പലതും ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. ഞാൻ ഇനി എങ്ങനെ എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകും? ഉണ്ടായിരുന്ന പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. പല രീതിയിൽ ആവുന്നത്ര ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളുടെ നടുവിലാണ് നിങ്ങളെങ്കിൽ അല്പസമയം ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഈ ചോദ്യങ്ങളൊന്നും വെറും ഭൗതികമായ നിരാശയുടെ ഭാഗമല്ല, മറിച്ച് സകല കഴിവുകളുടെയും പ്രയത്നങ്ങളുടെയും അതിർവരമ്പുകളെ കുറിച്ചുള്ള ആഴമേറിയ ഒരു തിരിച്ചറിവ്. എന്റെ കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കുമെല്ലാം ഒരു പരിധിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പരിധികൾ അവസാനിക്കുന്ന ഇടത്ത് നിന്ന് നമ്മെ സഹായിപ്പാനായി കടന്നു വരുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുവാൻ പോകുകയാണ്. അത് എപ്രകാരം സംഭവിക്കും? എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ കൂടെ നിൽക്കുന്നവരും ശത്രുവും വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കും, നിങ്ങളൊരു പരാജയമാണ്, നിങ്ങളെ കൊണ്ട് നടക്കുകയല്ലെന്ന്. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പരാജയമാകുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിജയമാകുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നല്ലേ? വിജയമാകുവാൻ നാം ചെയ്യേണ്ടത് ഈ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളത്. ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവിക പ്രൊവിഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ തുടങ്ങുന്നത്. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയിലൂടെയാണ് ദൈവിക ഇടപെടലുകൾ ആരംഭിക്കുന്നത്. ആ വ്യക്തിയെ കേവലം അനുഗ്രഹിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ വ്യക്തിയിലൂടെ ദേശത്തെ അനുഗ്രഹിക്കുക എന്നുള്ള ദൈവിക പദ്ധതി നാം തിരിച്ചറിയണം. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലയിടങ്ങളിൽ നോ പറയേണ്ട ഇടത്ത് നാം നോ പറയേണ്ടി വരും. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ തുടങ്ങുകയായി. ഈ ദൈവത്തിന്റെ പ്രത്യേകത നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ വിജയകരമായി നടത്തും എന്നുള്ളത് മാത്രമല്ല, നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ഒരു ദൈവമാണ്. അതെ, ദൈവത്തോട് ചേർന്നുള്ള വാസം ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, അത് നിത്യതയിലും തുടരുന്നതാണ്. ഇന്ന് ആരും എന്നെ സഹായിപ്പാൻ ഇല്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവം പറയുക, ഞാനുണ്ട് നിന്റെ കൂടെ. അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവൻ, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് നിങ്ങളൊന്ന് ധൈര്യപ്പെടണം. പഴയ നിയമപ്രവാചകനായ ഹെസ്കേലിനോട് ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു അടയാളമാക്കിയിരിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ഒരു അടയാളമാക്കുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവശബ്ദം കേട്ട് ജീവിതം നയിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിലെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ഒരു അടയാളമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പരാജയപ്പെട്ട മോശ, ഭയത്താൽ ഒളിച്ചിരുന്ന ഗിദെയോൻ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മത്സ്യം പോലും ലഭിക്കാത്ത പത്രോസ് എന്നുവേണ്ട നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ എല്ലാം എടുത്തു പഠിക്കുമ്പോൾ മനുഷ്യന്റെ അസാധ്യതകളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന, സാധ്യതകൾ തുറക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ കഴിയും. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവത്തിലെ എല്ലാ സാധ്യതകളും അസ്തമിച്ച ഇടത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ മോശയുടെ ജീവിതത്തെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ പ്രകാരം പ്രതിപാദിക്കുന്നത്? അത് ഇന്ന് വായിക്കുന്ന നമ്മോടും ഒരു ദൈവിക സന്ദേശം ഉള്ളത് കൊണ്ടാണ് പ്രകാരം സ്തേഫാനോസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും. മോശ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമൃദ്ധനായി തീർന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിച്ച മോശ. ഫറവോന്റെ പുത്രിയുടെ സംരക്ഷണത്തിൽ വളർന്ന മോശയ്ക്ക് അന്ന് ലഭ്യമാകാമായിരുന്ന സകല രാജകീയ വിദ്യാഭ്യാസവും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമൃദ്ധനായിരുന്നു എന്നെല്ലാം പറഞ്ഞു എന്ന പ്രയോഗങ്ങളെല്ലാം സ്തേഫാനോസ് ഉപയോഗിക്കുന്നത്. മോശയ്ക്ക് തന്റെ കോളിംഗ് അറിയാം, തന്റെ സഹോദരന്മാരുടെ കഷ്ടപ്പാടുകൾ അറിയാം. ഇതെല്ലാം അറിഞ്ഞ് തന്റെ സഹോദരന്മാരെ ഈ പീഡയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് താൻ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന ഉത്തമ ബോധ്യമുള്ള മോശ തന്റെ സഹോദരന്മാർ തന്നെ മനസ്സിലാക്കും, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. മോശയുടെ സകല കണക്കുകൂട്ടലുകളും അവിടെ തെറ്റുകയാണ്. ഈ സമയത്ത് മോശയുടെ ആശ്രയം മുഴുവൻ
മുഴുവനും അവൻ പഠിച്ച കഴിവിലും താൻ പഠിച്ച ജ്ഞാനത്തിലും എല്ലാമായിരുന്നു. എന്നാൽ തന്റെ സഹോദരന്മാർ, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കി തീർത്തത് ആര് എന്ന് ചോദിച്ച് മോശയെ തള്ളിക്കളഞ്ഞപ്പോ താൻ ചെയ്ത കുറ്റത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ മോശയ്ക്ക് രാജകൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. അവിടെ ചെന്ന് പാർത്ത് 40 വർഷക്കാലം ആടുകളെ മേയിച്ച് നടന്ന കാലത്ത് ദൈവം മോശയെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. 40 വർഷം കഴിയുമ്പോൾ മോശയ്ക്ക് 80 വയസ്സാകുമ്പോൾ ദൈവദൂതൻ മുൾപ്പടർപ്പിൽ അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 40 വർഷത്തെ സുദീർഘമായ നിശബ്ദത മോശയെ വെറുമൊരു ഇടയനാക്കി മാറ്റുകയാണ്. സകല പ്രതീക്ഷകളും സകല സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട 80 വയസ്സുള്ള ഒരു വൃദ്ധന്റെ മുമ്പിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. പ്രയത്നങ്ങൾ മുഴുവനും അവസാനിച്ച ഇടത്ത്, മനുഷ്യൻ തന്നെ എഴുതിക്കളഞ്ഞ ഇടത്ത് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവത്തിലെ ഈ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ മോശ നെടുമ്പാട് വീഴുകയാണ്. തന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് മോശ സമ്മതിക്കുകയാണ്. അപ്പോ ദൈവം പറയുന്നു, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനാ നിന്നെ ശക്തീകരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ നാം കാണേണ്ടുന്ന ഒരു ഭാഗം, തന്റെ കഴിവിൽ ആശ്രയിച്ചിരുന്ന മോശയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തന്റെ കഴിവിലുപരി ദൈവത്തിൽ ആശ്രയിക്കുന്ന മോശയെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. ഇന്ന് ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നാം നമ്മിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ എഡ്യൂക്കേഷനിലോ നമുക്കുള്ളതിലോ ആശ്രയിച്ചാണ് കടന്നു വരുന്നത് എങ്കിൽ പലപ്പോഴും ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവമേ, എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല, എന്നെ സഹായിക്കണമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന പ്രിയ ദൈവത്തിലെ, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിങ്ങളെ എഴുതി തള്ളിയാലും, നിങ്ങളെ എഴുതി തള്ളാതെ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാ ഞാനിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ധൈര്യമായിരിക്കണം. നിങ്ങളെ എഴുതി തള്ളിയവരോട് ഒരു വിഷമവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ മാറ്റി നിർത്തിയതും നിങ്ങളെ എഴുതി തള്ളിയതും നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതേ പ്രിയ ദൈവത്തിലെ, എല്ലാ സാഹചര്യങ്ങളും എതിരെ വരുമ്പോഴും എല്ലാ സാധ്യതകളും അടയുമ്പോഴും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ഈ ദൈവം ആഗ്രഹിക്കുകയാണ്. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ നാളെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങളെ കരുതുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ ജീവിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊന്ന് പറയണം. ശൂന്യതകളെ കണ്ട് മനസ്സ് തളരല്ലേ. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് അഴിയാൻ തുടങ്ങിയ ലാസറിനെ പോലും ഉയർപ്പിച്ച ഒരു ദൈവമാ കൂടെയുള്ളത് എന്ന് തിരിച്ചറിയണം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ഇനിയൊരു സാധ്യതയും ഇല്ല എന്നല്ലേ വൈദ്യശാസ്ത്രം പറയുന്നത്? ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്നല്ലേ സകലരും പറയുന്നത്? അത് കേട്ട് മനസ്സിടറാതെ ഇന്നും ജീവിക്കുന്ന, ജീവിപ്പിക്കുന്ന, പ്രവർത്തിക്കുന്ന നാഥന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന്, ദൈവമേ, ഇതിന്റെ മേലൊരു നീക്കുപോക്ക് തരണമേ എന്ന് പറയാൻ തയ്യാറാണെങ്കിൽ, അധികാരത്തോടെ ദൈവം നിങ്ങളോട് പറയുന്ന വാക്കുകൾ ഉച്ചരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാണ്. ഈ രോഗബന്ധനം എന്നെ തൊടുകയില്ല. ശത്രുവിന്റെ ഒരു തന്ത്രവും എന്റെ ജീവിതത്തിൽ നടക്കുകയില്ല. എന്റെ കുടുംബത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ തലമുറയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശങ്ങൾക്ക് ഞാൻ ഒരു അനുഗ്രഹമാകും. ഒന്ന് പറയാൻ പറ്റുമോ? അവന്റെ അടിപ്പിണരാൽ രോഗസൗഖ്യം എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ രോഗത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യത്തെ കൽപ്പിക്കുന്നു എന്ന് പറയണം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആ സൗഖ്യം അനുഭവിക്കും. ദൈവിക വിടുതൽ നിങ്ങൾ കാണും. എന്റെ ജീവിതയാത്രയിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങളെ കാണുന്നത് കൊണ്ടാണ് ഉറപ്പായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതേ പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ കരങ്ങളിലൂടെയും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണും. നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഇന്ന് ഈ ചെറു സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സകലതും തീർന്നു, സകല സാധ്യതകളും അസ്തമിച്ച ഇടത്തു നിന്ന് തന്നെ ഈ ജനത്തിന്റെ ജീവിത മേഖലകളിൽ ഒരു മാറ്റം സംഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കട്ട്, പുറത്തു വരട്ടെ. എന്റെ യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയത്തക്ക വിധത്തിൽ ക്രിയേറ്റീവ് മിറക്കിൾ സംഭവിക്കുന്നതിനാൽ നന്ദി. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറന്നു വരണം. നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടും. നിത്യതയിലേക്ക് ഒരുക്കുന്ന ദൈവ സാന്നിധ്യം ഇന്നു മുതൽ ഇവർ അനുഭവിക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാണ്. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, ഈ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും. അതേ ദേശങ്ങൾക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. യേശുവിനോട് ചേർന്നിരിപ്പാൻ, ദേശങ്ങളെ യേശുവിന് വേണ്ടി നേടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം.
അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ